എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ നമുക്ക് നേന്ത്രപ്പഴമൊക്കെ ചില സമയത്ത് നന്നായിട്ടൊക്കെ പഴുത്തു പോവില്ലേ, ആ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ അമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊക്കെ ഇഷ്ടമാവും. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇതുപോലുള്ളൊരു പാത്രം വയ്ക്കുക, അതിൻ്റെ മുകളിലായിട്ടൊരു അരിപ്പ വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി അളന്നിട്ട് എടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സാധാരണ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് എടുക്കുക. എന്തായാലും പിന്നീട് എല്ലാ അളവും ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി. ലെവൽ ചെയ്തിട്ട് വേണം കേട്ടോ, ഇങ്ങനെ കുമിഞ്ഞ് നിൽക്കുന്ന രീതിക്ക് എടുക്കരുത്. അങ്ങനെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, എന്നിട്ട് അരിച്ചെടുക്കണം. ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് അരിച്ചെടുത്താലേ നല്ല നൈസായിട്ട് ഈ ഒരു പൗഡറുകൾ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ തരിയൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് അത്ര നന്നായിട്ട് വരില്ല. 2ഓ 3ഓ തവണ അരിച്ചെടുത്താലും കുഴപ്പമില്ല. എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പൗഡർ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറായി. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തമ്മിലൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലത്തെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴങ്ങളാണ് നല്ലത്. ഒരു മീഡിയം ലെവൽ വലുപ്പത്തിലുള്ള 2 പഴമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേറെ പ്രത്യേകം പൊടിക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിക്കോളും. അതുകൊണ്ട് പൊടിക്കാത്ത 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂൺ വാനില എസൻസും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്, തിളപ്പിച്ചിട്ട് ചൂടൊക്കെ മാറ്റിയിട്ടുള്ള പാല്. ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളവും ചേർക്കാം. പക്ഷേ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ പാൽ തന്നെ വേണം, അല്ലെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്തതോ എന്തായാലും മതി. ഇത് ഞാൻ നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലില്ലേ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഓയിൽ എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു പ്രത്യേക കുത്തുമണം വരും വെളിച്ചെണ്ണയുടെ, അപ്പോൾ കേക്കിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, ആ സ്മെല്ല് കാരണമാണ്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, മൈദപ്പൊടി, അതൊക്കെ അത് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാണ്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ, എന്നാൽ ഓവർ മിക്സ് ആവാനും പാടില്ല. പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട തീർക്കാൻ നമുക്ക് പറ്റാതെയാവും, ആകെ ചീത്തയാവും കേക്ക്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ടൈറ്റ് കൂടുതലുള്ള പോലെ തോന്നിയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും നമ്മൾ പാല് ചേർത്തു. ഇതിൻ്റെ ബാറ്റർ കുറച്ചൊരു
തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക. എന്നാലും നമ്മൾ വല്ലാണ്ട് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ കേക്കിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ലൂസ് ആക്കണ്ട. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പ്രാർത്ഥനാസ് വേൾഡിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നോക്കിയാൽ മതി. സാധാരണ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ലെവലാക്കി എടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇതിലിട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏത് പാത്രമാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒരു തട്ടൊക്കെ അടിയിൽ വെച്ചിട്ട് ചൂടാക്കി ഇടണം. അല്ലെങ്കിൽ ഇത് കഴിയുന്ന സമയത്ത് അത് ചൂടായിട്ട് വരില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കി ഇടുക. ഞാനിപ്പോൾ ഒരു പഴയ ചീനച്ചട്ടിയും അതിൻ്റെ ഉള്ളിലൊരു തട്ടും വെച്ചിട്ടാണ് ചൂടാക്കി ഇട്ടിട്ടുള്ളത്. അതിലേക്കാണിത് വെക്കാനും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറോ നോൺ സ്റ്റിക്ക് പാനോ എന്തായാലും യൂസ് ചെയ്യാം. ഇങ്ങനെ ഒഴിച്ച ശേഷം സ്പൂണോ അല്ലെങ്കിൽ തടിത്തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കട്ടിയിലുള്ള മാവായതുകൊണ്ട് അങ്ങനെ ഒഴുകിപ്പോയിട്ട് ലെവലാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ മുകളിലൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, തുറക്കുമ്പോൾ തന്നെ ആവി വരുന്നുണ്ട്. ഇതിലേക്ക് പതുക്കെ നമ്മുടെ കേക്കിൻ്റെ പാത്രം വെച്ചിട്ട് നന്നായിട്ട് മൂടി കൊടുക്കുക. നല്ല ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന മൂടി തന്നെ വേണം വെക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റും വെച്ച് കൊടുക്കുക. പിന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 30 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കിക്കോളൂ. അതിന് മുന്നേ എന്തായാലും തുറക്കണ്ട. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വന്നാൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് കുത്തി നോക്കിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ ഞാൻ. ഇനി നമുക്ക് തണുത്ത ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്